ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കാലഘട്ടത്തിനനുസരിച്ചുള്ള തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. പട്ടാമ്പി നാഗലശ്ശേരി ഗവൺമെന്റ് ITI ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നൈപുണ്യ വികസനത്തിലൂടെ മാത്രമേ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനാവൂ എന്നും മന്ത്രി പറഞ്ഞു. പുതിയ കാലത്തിന്റെ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ പരിശീലനത്തിനും വലിയ പ്രാധാന്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നൈപുണ്യം വികസനത്തിലൂടെ മാത്രമേ പുതിയ തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയൂ. ഇപ്പോൾ വൻകിട പദ്ധതികൾ കേരളത്തിൽ വരികയാണ്. വൻകിട പദ്ധതികൾ, വിഴിഞ്ഞം വൻകിട പദ്ധതി യാഥാർത്ഥ്യമായി. അതും ഈ പറഞ്ഞതുപോലെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിട്ടുള്ള വിഴിഞ്ഞത്തിൻ്റെ പദ്ധതി നമുക്ക് അതിവേഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അത് തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ആകെ മുഖച്ഛായ മാറ്റാൻ പോകുന്നതാണ്. അത് വരുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയും ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ വരും. ആ തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നൈപുണ്യമുള്ള, സ്കിൽഡായിട്ടുള്ള ഒരു തൊഴിൽ ശക്തി നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജിന അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, K മുഹമ്മദ്, T സുഹറ, P ബാലൻ, വിജേഷ് കുട്ടൻ, PK ജയ തുടങ്ങിയവർ സംസാരിച്ചു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ എംബ്രോയിഡറി, ഡിസൈനിംഗ് എന്നീ 4 കോഴ്സുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഡ്രാഫ്റ്റ്മാൻ സിവിലും ഇൻഫർമേഷൻ ടെക്നോളജിയും തുടക്കത്തിൽ ആരംഭിക്കും. ഓരോ കോഴ്സിലും 24 അഡ്മിഷൻ വീതം 48 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പഠിക്കാനാവുക. നാഗലശ്ശേരി ITI യാഥാർത്ഥ്യമാകുന്നതിന് 2024-25 ബജറ്റിൽ അംഗീകാരം നൽകിയിരുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.